സോ ഇന്ന് നമ്മൾ ബയോടെക്നോളജി ലെസൺ 31 ആണ് നോക്കുന്നത്. സോ ബയോടെക്നോളജി പറഞ്ഞാൽ എന്തെല്ലാം അറിയാം. ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിയിലെ ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജീനെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഈ ബയോടെക്നോളജി സ്റ്റഡീസിലൂടെ നമുക്ക് കുറേ ടെക്നിക്സും കുറേ മെഡിസിൻസും കുറേ എന്താ പറയുക ക്യൂർസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ടൈപ്പ് ഓഫ് മോഡേൺ ടെക്നിക്കാണ്. ഈ ടെക്നിക്കാണ് നമ്മൾ ബയോടെക്നോളജിയൊക്കെ നമ്മൾ പഠിക്കാൻ പോയത്. ലൈക്ക് ബയോളജി എടുത്ത് ഇനി ബയോടെക്നോളജി റിസർച്ചിനൊക്കെ പോയാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ സ്റ്റഡി ചെയ്യാൻ പറ്റും. അവരുടെ DNA, അവരുടെ ഓരോ പെക്യുലാരിറ്റീസൊക്കെ നമുക്ക് ഈ ഒരു ബയോടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു മോഡേൺ ടെക്നിക്സ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ബയോളജിയിൽ എങ്ങനെയാണ് നമ്മൾ മെഡിസിൻസും അതിൻ്റെ ക്യൂറും അല്ലെങ്കിൽ ഓരോരോ പുതിയ ടെക്നോളജീസൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഈ ചാപ്റ്റർ വഴി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ മേജർലി നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാകുമ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് ഒരു റോ ഏരിയ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് അത് നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് കുറേ ഉപകാരപ്പെടും. ലൈക്ക് ഇങ്ങനത്തെ റാൻഡം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. എന്താണ് ജീൻ ടെക്നോളജി, എന്താണ് ജീൻ തെറാപ്പി, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബയോടെക്നോളജീനെ കുറിച്ചൊരു ഐഡിയ വരണം. ഓക്കെ, അപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോടെക്നോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. അപ്പോൾ പെട്ടെന്നൊന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. എന്നിട്ട് ഈ ബയോടെക്നോളജി തന്നെ കുറേ പ്രോസസ്സസിൽ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞാൽ ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇങ്ങനത്തെ കുറേ ബയോടെക്നോളജി ബയോളജിക്കൽ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ട് ബയോടെക്നോളജി എന്താണെന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, ജീൻ തെറാപ്പി, DNA ഫിംഗർ പ്രിൻറ്റിങ് ആൻഡ് ഫോറൻസിക് പർപ്പസസിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്താണെന്നറിയോ. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ അച്ഛനും അമ്മയും നമുക്ക് അറിയത്തില്ല, നമുക്ക് അവരെ ഒന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഈ മുടീൻ്റെ സാമ്പിൾസൊക്കെ എടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ കള്ളനെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയെ ആരാന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ DNA ഫിംഗർ പ്രിൻറ്റിങ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ പറഞ്ഞിട്ട് നമുക്കൊരു ചെറിയ സാമ്പിൾ ഓഫ് DNA കിട്ടിയാൽ മതി. മുടീൻ്റെ തറ്റത്ത് നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും, DNA സാമ്പിൾസ് കിട്ടും. ഈ DNA സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് എന്താണോ നമുക്ക് വേണ്ട റിസൾട്ട് അതറിയാൻ നമുക്ക് ഈ ഒരു ടെക്നിക്സിലൂടെ പറ്റും. അത് ബയോളജിക്കലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു മോഡേൺ ടെക്നിക്കാണ് ഇതെല്ലാം. ഇപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീന് നമുക്കിപ്പം ഒരു ഡിസൈർഡ് ക്യാരക്ടറുള്ള ജീൻ വരണം. ഇപ്പം ഞാൻ പറയാം, ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരാൾ, ലൈക്ക് ഷാറുഖ് ഖാനെ പോലെ നല്ല മസിലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മൾ വിചാരിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ ജനറ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ, നല്ല കാര്യങ്ങൾ. ലൈക്ക് ഇപ്പം നല്ല മസിലുണ്ടെങ്കിൽ നമുക്ക് മസിൽ കുറവാണെങ്കിൽ നമുക്ക് മസിൽ മാസ് ആണെങ്കിൽ അവരുടെ DNA മസിൽ മാസ് കൂടുന്ന ആ ഒരു ജീൻ ഉണ്ടാവും. ആ ജീനിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മസിലില്ലാത്തൊരു വ്യക്തിക്ക് ഇംപ്ലാന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ജീൻ നമുക്ക് മീൻസ് തെറാപ്പി ചെയ്യാൻ പറ്റും. ലൈക്ക് ഇങ്ങനെ ഇവോൾവ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഒക്കെയാണ് ഈ ബയോടെക്നോളജി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഇങ്ങനത്തെ ഓരോ ടെക്നിക്സൊക്കെ ചെയ്ത് നമുക്ക് പുതിയ റിസർച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി ഇതിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറേ ടേംസ് ഉണ്ട്. ഈ ടേംസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് തരാം. ലൈക്ക് ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെയാണ് ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതിലും അത്രയും നേക്കഡായിട്ട് കാണാൻ പറ്റുന്നതിനനുസരിച്ചും അതിലും കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ഏർത്തിലുണ്ട്. അപ്പോൾ ആ ഏർത്തിലുള്ള ആ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റഡീസൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ മേജറായിട്ടുള്ള നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫംഗൈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. ഫംഗൈ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന രണ്ടാൾക്കാരാണ് ഈസ്റ്റും മൗൾസും. ഈസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. ഈ അപ്പമൊക്കെ വലുതായി വരാൻ വേണ്ടിയിട്ട് തലേന്ന് നമ്മൾ വെക്കത്തില്ലേ, ഈസ്റ്റ് പൊടിയൊക്കെ ഇട്ട് വെക്കത്തില്ലേ. അപ്പം ആ ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ലൈക്ക് അവരൊരു ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്ത് ചെയ്യും, അതൊരു പ്രോസസ്സ്. ആ പ്രോസസ്സ് വഴിയായിട്ട് അവരെന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളൊക്കെ ഉണ്ടാക്കുക ചെയ്യുക. അങ്ങനെ നമുക്കൊരു ഇപ്പോൾ അപ്പമാണ് നമ്മൾ തലേന്ന് വെച്ചതെങ്കിൽ അത് പുളിച്ച് ലൈക്ക്
ഈസ്റ്റ് എന്ന് പറയുന്ന ആൾ അവിടെ ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഇങ്ങനെ ആൽക്കഹോളൊക്കെ ഉണ്ടായി എന്തുണ്ടാവുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മളപ്പം ഇങ്ങനെ ചുടുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇത് പോകുന്ന കാണാം, എന്ത് പോവാം, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യുന്നതാണ്. അതാണ് നമുക്ക് അപ്പത്തിൻ്റെ അവിടെ തുളകളൊക്കെ കാണുന്നത്. അതെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് അപ്പമായി വരുന്നില്ലേ, അതെന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ഫെർമെൻറ്റേഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആലോചിക്കണം. അപ്പം ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഈസ്റ്റ്. അത് ഈസ്റ്റാണ് മേജർലി ചെയ്യുന്നത്, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യം കൺവേർഷൻ ഓഫ് എ ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പം ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗ്ലൂക്കോസ്. നമ്മുടെ ബോഡിയിൽ എന്ത് സാധനം നമ്മൾ കഴിച്ചാലും, എന്ത് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിച്ചാലും അതിൻ്റെ ഒരു സ്മോളർ ഫോമാണ് ഗ്ലൂക്കോസ്. എന്ത് കഴിച്ചാലും മീൻസ് ലൈക്ക് നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഫുഡ്, മീറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ആ മീറ്റൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിന് സിംപ്ലർ പ്രോഡക്റ്റായിട്ട് നമ്മൾ അവസാനം ഗ്ലൂക്കോസ് ആക്കുന്നത്. ഈ ഗ്ലൂക്കോസാണ് നമ്മുടെ ബോഡിക്ക് വേണ്ട മേജർ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കഴിച്ചാലും അതിന് ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഗ്ലൂക്കോസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൻ്റെ ഭക്ഷണം ഗ്ലൂക്കോസാണ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു, അതിനെ ഗ്ലൂക്കോസ് ആക്കി. അപ്പോൾ ഗ്ലൂക്കോസ് ആക്കിയാൽ മാത്രമേ നമ്മളുടെ ബോഡിക്ക് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും, ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഗ്ലൂക്കോസിനെ ഈസ്റ്റിൻ്റെ ബോഡിയിൽ ഒരു എൻസൈം ഉണ്ട്, ആ എൻസൈം വെച്ചിട്ട് അതിന് ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ATP ആക്കി മാറ്റും. ഇങ്ങനെ ആക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഫെർമെൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ എക്സാമിന് ഫെർമെൻറ്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇത്രേ എഴുതുള്ളൂ. ഫെർമെൻറ്റേഷൻ ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതണം. പിന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് എഴുതി വെക്കുക. ഈ ഒരു ഇക്വേഷനിലെ ഗ്ലൂക്കോസിനെ ഈസ്റ്റ് എൻസൈമിൻ്റെ പ്രസൻസിൽ ചെയ്യുമ്പോൾ മീഥൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ATPയും കിട്ടുന്നു എന്ന് എഴുതണം. ഇതാണ് പരിപാടി. ഇതെന്ന് പറയുന്നത് ഒരു എനർജി ഈൽഡിങ് പ്രോസസ്സാണ്. നമുക്ക് ഒരു എനർജി കിട്ടണ കൂട്ടൊരു പ്രോസസ്സാണ് ഈ ഒരു ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനിയാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഫെർമെൻറ്റേഷൻ നടത്തുന്നത് 2 ടൈപ്പ് ഓഫ്, ഈസ്റ്റിൽ തന്നെ 2 തരം ആൾക്കാരുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കേണ്ടത്. ഈ 2 ആൾക്കാരെ പഠിച്ചാൽ മതി. സെക്കാരോമൈസസ് സെർവീസിയ എന്നാണ് അവർ ഫുൾ നെയിം, അത് വേണ്ട. സെക്കാരോമൈസസ് നോർത്ത് വെച്ചാൽ മതി. പിന്നെ ലാക്ടോബാസില്ലസ്. ഇവർ രണ്ടുപേരും എവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കാരോമൈസസ് സെർവീസിയ ബിയറില്ലേ, നമ്മുടെ ഈ കുടിക്കുന്ന ബിയർ, ആ ബിയർ കൺവേർട്ട് ചെയ്യാനാണ് സെക്കാരോമൈസസ് ഫെർമെൻറ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇനി ലാക്ടോബാസില്ലസിൻ്റെ കേസ് ആകുമ്പോൾ, ലാക്ടോബാസില്ലസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പാലിൽ, മിൽക്ക് പ്രോഡക്ട്സിലൊക്കെ മിൽക്കിനെ കേടാക്കണം, തൈരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം എന്താ പറയുക, ഒന്നെങ്കിൽ നമ്മൾ ഈ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് മിൽക്കിനെ എന്താക്കാൻ പറ്റും, കേടാക്കാൻ പറ്റും. ഇത് നാച്ചുറലി കുറച്ച് നേരം മിൽക്ക് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേടായി മാറും. കേടായി എന്ന് പറഞ്ഞാൽ കേർഡ് മീൻസ് തൈരായിട്ട് മാറും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നോർമലി ആരിലുണ്ടാവും, ഈ മിൽക്കിലുണ്ടാവും. അപ്പോൾ ഇവരാണ് ഇതിനെ ഫെർമെൻറ്റ് ചെയ്ത് കേർഡാക്കി മാറ്റുന്നതെന്ന് നമ്മൾ ആലോചിക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കണം. ഫെർമെൻറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് കാർബൺ ഡൈ ഓക്സൈഡ് ലൈക്ക് എന്താ ഗ്ലൂക്കോസ് ടു ഓർ ഷുഗർ ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇത് ATP കിട്ടുന്ന ഒരു പ്രോസസ്സാണെന്ന് നമ്മൾ എഴുതണം. പിന്നെ 2 ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് ഈ ഫെർമെൻറ്റേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെക്കാരോമൈസസ് ആൻഡ് ലാക്ടോബാസിലസ്. സെക്കാരോമൈസസ് എന്ന് പറഞ്ഞാൽ ബിയറിനെ ചെയ്യുന്ന ആളാണ്, ലാക്ടോബാസിലസ് മിൽക്ക് പ്രോഡക്റ്റിനെ ചെയ്യുന്നതാണെന്ന് നമ്മൾ ആലോചിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ലാർജ് സ്കെയിലായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഫെർമെൻറ്റേഷൻ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ബയോ റിയാക്ടർ എടുക്കണം. ഈ ബയോ റിയാക്ടർ എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോ റിയാക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസ്റ്റിനെ കൊണ്ടുപോയി ഇടും. നമുക്ക് ഈസ്റ്റല്ലേ ഫെർമെൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ ഈസ്റ്റിനെ നമ്മൾ ഈ ബയോ റിയാക്ടറിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള ഗ്രോത്ത് മീഡിയം നമ്മൾ കൊടുക്കണം. മീൻസ് സപ്പോർട്ട് മീഡിയം നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഗ്രോത്ത് സിസ്റ്റം ഒന്നെങ്കിൽ നമ്മൾ എന്താ പറയുക എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മീഡിയം ഇനോക്കുലേറ്റഡ് ഇൻ ടു എ മീഡിയം ബൈ സപ്പോർട്ട് ഓഫ് ഗ്രോത്ത് സിസ്റ്റം, അല്ലെങ്കിൽ സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ ഈസ്റ്റിനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഗ്രോത്ത് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബയോ റിയാക്ടറിൻ്റെ ഉള്ളിൽ ഈസ്റ്റിനെ നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ലാർജ് സ്കെയിലിൽ ഫെർമെൻറ്റേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് അറിയുന്നൊരു വേറൊരു ഫാക്ടറാണ് ഈ ലാക്ടോബാസിലസ്. ഞാൻ പറഞ്ഞല്ലോ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി മിൽക്കിനെ കേടാക്കുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു, ലാക്ടോബാസിലസ്. അതേപോലെ നമുക്ക് ഇങ്ങനെ യോഗട്ട് ഉണ്ടാക്കുന്നത്, യോഗട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. യോഗട്ട് എന്ന് പറയുന്ന സാധനം ഈ മിൽക്കിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. മീൻസ് അതാണ് കുറച്ചുകൂടെ ഹെൽത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയം തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ആലോചിച്ച് വെക്കണം.
പിന്നെ ഈ റെനറ്റ് ടാബ്ലറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിച്ചാൽ എഴുതിയാൽ മതി. ലാക്ടോബാസിലസ് ഉണ്ടാക്കുന്നത് യോഗട്ട്, അതേപോലെ തന്നെ മിൽക്കിനെ കേടാക്കുന്നതും ലാക്ടോബാസിലസ് ആണെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഈ റെനറ്റ് ടാബ്ലറ്റ്സ് ഉണ്ടാക്കുന്നത് ഈ കാഫിൻ്റെ സ്റ്റൊമക്കിലെ, പശുവിൻ്റെ കാഫ്, അതിൻ്റെ സ്റ്റൊമക്കിൽ നിന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ ഫിഗ് ട്രീ അറിയോ, ഫിഗ് ട്രീ, അതിൻ്റെ മലയാളം അറിയില്ല, ലൈക്ക് ഫിഗ് ട്രീ എന്ന് പറഞ്ഞിട്ടൊരു ട്രീ ഉണ്ട്. ആ ട്രീനെ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ സാപ്പിൽ ഒരു ഫിക്കിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഫിക്കിൻ ഫ്രം ദ സാപ്പ് ഓഫ് ഫിഗ് ട്രീസ് ഐ യൂസ്ഡ് ഫോർ സെറ്റിലിംഗ് മിൽക്ക് ടു കേർഡ്. അപ്പോൾ അതും കൂടെ നമുക്ക് കേടാക്കാം, മിൽക്കിനെ കേടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. യോഗട്ട് ഉണ്ടാക്കണമെങ്കിൽ ലാക്ടോബാസിലസ് ആണ്. അതേപോലെ ഫെർമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മിൽക്കിനെ കേടാക്കാനും ലാക്ടോബാസിലസ് ആണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ റെനറ്റ് ടാബ്ലറ്റ്സും അല്ലെങ്കിൽ ഫിഗ് ട്രീൻ്റെ അകത്തുള്ള ഫിസിൻ എന്ന് പറയുന്ന സാധനവും നമുക്ക് യൂസ് ചെയ്തിട്ട് കേടാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ആലോചിച്ച് വെക്കണം. അത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. എക്സാമിൻസിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നൊന്ന് ഓർത്ത് വെക്കണേ. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ടൈപ്പ് സംഭവമാണ്, നമ്മൾ പറഞ്ഞല്ലോ ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചതൊന്നുമല്ല. ലൈക്ക് ഒരു മീൻസ് എന്താ പറയുക, ഈ നമുക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമില്ലേ, ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ചെയ്ത ഒരു ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചത്, പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കിൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിനെ ഡിസ്കവർ ചെയ്തത്. ലൈക്ക് ആൻറ്റിബയോട്ടിക്കിനെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, അത് കണ്ടുപിടിച്ചത് ബാക്ടീരിയ എന്നാണ് അതിന് കണ്ടുപിടിച്ചതെന്ന് ആലോചിച്ച് വെക്കണം. പിന്നെ വോക്സ്മാൻ ആണ് ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ടേം കൊടുത്തയാൾ. അപ്പോൾ നമ്മൾ വിചാരിക്കും ലൈക്ക് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണല്ലോ ഈ ആൻറ്റിബയോട്ടിക് പെൻസിലിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് എന്നുള്ള പേര് കൊടുത്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് അല്ല, അത് ആൻറ്റിബയോട്ടിക് എന്നുള്ള ടേം കൊടുത്ത ആളെന്ന് പറയുന്നത് നമ്മളുടെ വോക്സ്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നോക്കാനുള്ളത്. ഇനി നമുക്ക് ആൻറ്റിബയോട്ടിക്കിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഈ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എൻസൈം അല്ല. ലൈക്ക് അതെപ്പോഴും ആലോചിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കും ആൻറ്റിബയോട്ടിക് ഒരു എൻസൈമാണ്. ദേ ആർ നോട്ട് എൻസൈമാണ്. അവരൊരു 200 ഡാൽറ്റൺ വെയിറ്റ് ഉള്ള, ലെസ് ദാൻ 200 ഡാൽറ്റൺ വെയിറ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് സ്മോൾ മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയണത്, ആൻറ്റിബയോട്ടിക് എന്ന് പറയണത്. അതെന്ന് പറയണത് ഈ മൈക്രോ ഓർഗാനിസത്തായിട്ടുള്ള ബാക്ടീരിയ, ഫംഗൈൻ്റെയൊക്കെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആൻറ്റിബയോട്ടിക് യൂസ്. ബാക്ടീരിയയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക് ബാക്ടീരിയനെയോ അല്ലെങ്കിൽ ഫംഗസിനെയോ ലൈക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും ആൻറ്റിബയോട്ടിക്കിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതണം. അപ്പോൾ ആൻറ്റിബയോട്ടിക് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം. പിന്നെ ആൻറ്റിബയോട്ടിക്കിന് വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചു, നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ബാക്ടീരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറസ് ഇൻഫെക്ഷനോ ബാക്ടീരിയ ഫംഗൈ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കും. ആ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഡിസീസ് കോസ് ചെയ്യുന്ന ആ ബാക്ടീരിയനെ കില്ല് ചെയ്യണ്ടേ. അവരെങ്ങനെ കില്ല് ചെയ്യണമെന്ന് വെച്ചാൽ, കഴിച്ച ആൻറ്റിബയോട്ടിക് നമ്മളുടെ ആ ഉള്ളിലുള്ള ബാക്ടീരിയൻ്റെ റിപ്രൊഡക്ഷനെയും ഗ്രോത്തിനെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെ ആ ബാക്ടീരിയ ചത്തുപോവുക ചെയ്യുന്നത്. അങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് നമ്മുടെ ബോഡിയിൽ എഫക്റ്റീവായി മാറുന്നത്. അപ്പം ആൻറ്റിബയോട്ടിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങൾ എഴുതിയാൽ മതി. അവരെന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചത് എഴുതണം. ദെൻ വോക്സ്മാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അതിന് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ടേം കൊടുത്ത ഒരാളെന്ന് എഴുതണം. പിന്നെ ഈ ആൻറ്റിബയോട്ടിക് എൻസൈംസ് അല്ല, അവർ 200 ഡാൽറ്റൺ വെയിറ്റ് ഉള്ള, ലെസ് ദാൻ 200 ഡാൽറ്റൺ വെയിറ്റ് ഉള്ള സ്മോൾ മോളിക്യൂളാണ്. പിന്നെ അതുപോലെ തന്നെ അവർ ബാക്ടീരിയ ഫംഗൈനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർ യൂസ് ചെയ്യുന്നത്. ഇവരെങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഡിസീസ് കോസ് ചെയ്യുന്ന ആ ബാക്ടീരിയൻ്റെ റിപ്രൊഡക്ഷനെയും ഗ്രോത്തിനെയാണ് അവർ എഫക്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ച് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആൻറ്റിബയോട്ടിക് ചോദിച്ചാൽ എഴുതേണ്ടത്. പിന്നെ നമ്മൾ വേറൊരു ടൈപ്പ് നമ്മൾ പറയുന്നതാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത്. ഈ വാക്സിൻ എന്താ സംഭവം? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കൊറോണ വാക്സിൻ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ ലൈക്ക് കേട്ട് പരിചയമുള്ളൊരു സാധനം. ഈ വാക്സിൻസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. അത് പറഞ്ഞാൽ വീക്കൻഡ് ഓർ അറ്റനുവേറ്റഡ് ഉണ്ട്. അത് പഠിച്ചു വെക്കണേ. ഫസ്റ്റ് ജനറേഷൻ വാക്സിൻ, സെക്കൻഡ് ജനറേഷൻ വാക്സിൻ, തേർഡ് ജനറേഷൻ വാക്സിൻസ് ഉണ്ട്. പക്ഷെ പഠിക്കേണ്ട പേര് വീക്കൻഡ് ഓർ അറ്റനുവേറ്റഡ്, അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സിന്തറ്റിക് വാക്സിൻസ്. ഇങ്ങനത്തെ 3 തരത്തിലുള്ള വാക്സിൻസാണ് നമുക്ക് നോർമലി ഉള്ളത്. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഇങ്ങനത്തെ 3 ടൈപ്പ് ഓഫ് വാക്സിൻസ് ഉണ്ട് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെന്ന് പറയുകയാണെങ്കിൽ വിറ്റാമിൻസ് നമുക്ക് എങ്ങനെയാണ് കിട്ടണത്? ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് വിറ്റാമിൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ ഈ ബയോഗ്യാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബയോഗ്യാസ് എന്താണെന്നറിയോ? ഈ ബയോഗ്യാസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലൈക്ക് ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ഉള്ളോട്ടേക്കുള്ള, ഇവിടെ നമ്മൾ സിറ്റീസിലൊന്നും കാണത്തില്ല. ഈ ബയോഗ്യാസ് എന്ന് പറയുന്ന സാധനം ഈ കാറ്റിലിനൊക്കെ വളർത്തുന്നില്ലേ, കോഴിയല്ല, ലൈക്ക് പശുവിനൊക്കെ വളർത്തുന്നവരില്ലേ, ഈ പശുവിനെ വളർത്തുന്നവർ അതിൻ്റെ കൗഡങ്ങില്ലേ, ലൈക്ക് അതിൻ്റെ വേസ്റ്റ്, ആ വേസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യും.
ഈ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ ബയോഗ്യാസാണ്. ഇത് വെച്ചിട്ട് എന്താ പറയുക, സ്റ്റൗവൊക്കെ കത്തിക്കുന്ന ആൾക്കാർ, ഈ പഴയ മീൻസ് ലൈക്ക് ഉള്ളിലേക്കുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്നും വാങ്ങണ്ട, ഇതൊരു നോർമൽ നാച്ചുറൽ ഗ്യാസാണ്. അപ്പോൾ ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഈ കൗഡങ്, ഈ നമ്മുടെ ഫീക്കസിലാണെങ്കിലും അതേപോലെ പശുവിൻ്റെ ഫീക്കസിലാണെങ്കിലും ഈ മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ടാവും. ഈ ബാക്ടീരിയ കൊണ്ടാണ് ഈ വേസ്റ്റുകൾ മീൻസ് ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേജർലി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു ഗ്യാസാണ്. ആ ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് ഗ്യാസ് ഒന്നും വാങ്ങാണ്ട് തന്നെ നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് ബയോഗ്യാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറേ ലാഭമാണ് നമുക്ക്. അപ്പം ഇതൊരു ടൈപ്പ് ഓഫ് മൈക്രോബിയൽ ആക്ഷനാണ് ബയോടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന. ഈ പാത്തോജനിക് ബാക്ടീരിയയാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇനി അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കണം. ഇനി അടുത്ത ടേമാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ഇങ്ങനത്തെ ടേംസാണ് ഈ ഒരു ബയോടെക്നോളജി ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മേജർലി ഇത് എന്താണെന്ന് ചോദിക്കുള്ളൂ, ബയോഗ്യാസ് എന്താണ്. ഇനി ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ DNA മോളിക്യൂളിൽ നമ്മൾ DNA, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ഒരു മേജറായിട്ട് DNA ഉണ്ടല്ലോ, ഈ DNAനെ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ എഞ്ചിനീയർ ചെയ്യുന്ന പ്രോസസ്സിനാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ റീകോമ്പിനൻറ്റ് DNA ഓർ RDNA എന്നാണ് ഈ റീകോമ്പിനൻറ്റ് DNA വിളിക്കുന്നത്. ഈ റീകോമ്പിനൻറ്റ് DNA എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ പ്ലാസ്റ്റിഡ്സും റെസ്ട്രിക്ഷൻ എൻസൈമുമാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് വെക്കണം. എന്നാലേ നമുക്ക് എന്താണ് ഈ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇതാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജീൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇതാണ് നമ്മളുടെ ഒരു ഡിസയേർഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ക്രോമസോമാണ് ഇതെന്ന് വിചാരിച്ചോ. അതിൻ്റെ ക്രോമസോമിൻ്റെ ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത്. കാരണം ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഡിസീസ് റെസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡിസീസ്, നമുക്കിപ്പോൾ കൊറോണ വൈറസ് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തതിൻ്റെ കാരണം എന്താ, നമ്മൾ ഭയങ്കര എന്താ പറയുക, അതിനോട് ഭയങ്കര സസെപ്റ്റബിൾ ആയതുകൊണ്ട്, അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് നമ്മുടെ മേത്തേക്ക് ആ കൊറോണ വൈറസ് കയറിയത്. അപ്പം അത് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഈ ഒരു ഓർഗാനിസത്തിൻ്റെ മുകളിൽ കൊറോണ വൈറസ് ബാധിക്കുന്നില്ല, ഇതൊരു എക്സാമ്പിളാണ്, ബാധിക്കുന്നില്ല എന്നാണെങ്കിൽ അവരുടെ ഏതോ ഒരു ജീനിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കഴിവ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ഒരു പ്രിഫേർഡ് ലൊക്കേഷൻ ഉണ്ടല്ലോ, ആ ലൊക്കേഷനാണ് ഈ ഒരു ഭാഗം എന്നുണ്ടെങ്കിൽ ആ ഒരു സാധനത്തിനെ നമ്മൾ കട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ 2 ആൾക്കാരെ നമുക്ക് വേണ്ടുള്ളൂ, പ്ലാസ്മിഡ്സും റെസ്ട്രിക്ഷൻ എൻസൈമിനെ വേണ്ടേ. ഈ റെസ്ട്രിക്ഷൻ എൻസൈം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ ഒരു സ്പെസിഫിക് ജീനിൽ ഈ ഒരു സ്ഥലത്തിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈം വരുന്നത്. ഈ ഒരു ഭാഗത്തിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈം വരും. എന്നിട്ട് അവരതിനെ കട്ട് ചെയ്യും, 2 സ്ഥലത്തും കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മുടെ ബോഡിയിലേക്ക് കയറ്റണമല്ലോ, ഇത് വേറൊരു ഓർഗാനിസത്തിലാണുള്ളത്, അത് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്മിഡിനെ വെക്കണം. ഇതാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്, ഒരു ലൈക്ക് ഉണ്ട സാധനത്തിനെയാണ്, ഇങ്ങനെയുള്ള ഉണ്ട സാധനത്തിനെയാണ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്മിഡ്സിൻ്റെ അവിടെ നമ്മളൊരു കട്ടുണ്ടാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡിനെയും ഈ DNA-നെയും കൂടെ ജോയിൻ ചെയ്യും. ഇതാണ് DNA-ൻ്റെ ആ ഫ്രാഗ്മെൻറ്റ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി ഫ്രാഗ്മെൻ്റ് ആക്കി എടുത്തു. ഇങ്ങനെ ഫ്രാഗ്മെൻ്റ് ആക്കി എടുത്തു. ഇത് പ്ലാസ്മിഡ് കട്ട് ചെയ്ത് കുറച്ച് ഫ്രാഗ്മെൻറ്റ്, ഇവ 2 പേരും ജോയിൻ ചെയ്ത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ഒപ്പരം മീൻസ് ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ വെക്കും. ലിഗേസ് എന്ന് പറഞ്ഞൊരു എൻസൈം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഇവ 2 പേരെയും കൂടെ പ്ലസ് ചെയ്ത് നമ്മൾ ഒട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ജോയിനിങ് നടത്തും. ക്രോമസോമിലും പ്ലാസ്മിഡ് DNA ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കിട്ടും വിത്ത് DNA ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ ഇതിൽ DNA-യും ഉണ്ട് പ്ലസ് പ്ലാസ്മിഡും ഉണ്ടാവും. നമുക്ക് വേണ്ട ഡിസയേർഡ് ആയിട്ടുള്ള DNA-നെയും കിട്ടും പ്ലാസ്മിഡിനെയും കിട്ടും. അങ്ങനെയുള്ള ഈ സാധനമാണ്, ഈ പ്ലാസ്മിഡാണ് നമ്മളുടെ ബോഡിയിലേക്കാണോ വേണ്ടത്, അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം, ആ ഹോസ്റ്റ് ബോഡീൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്ന പ്രോസസ്സാണ് ഈ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. അപ്പോൾ പ്രോസസ്സ് ചോദിക്കും, എക്സാമിന് ചോദിക്കും എങ്ങനെയാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി സ്റ്റെപ്സൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ക്രോമസോം എടുക്കുക, നമുക്ക് വേണ്ട ഡിസൈഡ് ക്രോമസോം എടുക്കുക, എന്നിട്ട് അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു പ്ലാസ്മിഡ് വേണം, ആ പ്ലാസ്മിഡിലേ നമുക്ക് ഇവരെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലാസ്മിഡിനെ എടുക്കുക, പ്ലാസ്മിഡിനെയും നമ്മളുടെ DNA ഫ്രാഗ്മെൻറ്റിനെയും കൂടെ ജോയിൻ ചെയ്യിക്കുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ ഹോസ്റ്റ് ആ ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്ലാസ്മിഡ് ഉണ്ടെങ്കിലേ അവർക്ക് കയറാൻ പറ്റുള്ളൂ. ഈ ഒട്ടിക്കുന്ന ആ സാധനത്തിന് നമ്മൾ ലിഗേസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്.
ഇതാ ടൂൾസ് ഓഫ് RDNA ടെക്നോളജിയിൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇത് റെസ്ട്രിക്ഷൻ എൻസൈം വേണം, പ്ലാസ്മിഡ് വേണം, ലിഗേസ് വേണം, ഹോസ്റ്റ് ഏതാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ സാധനം വേണം. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമും പ്ലാസ്മിഡും കൂടെ പ്ലാസ്മിഡും നമ്മൾ DNA കൂടെ ജോയിൻ ചെയ്യും. റെസ്ട്രിക്ഷൻ എൻസൈമാണ് കട്ട് ചെയ്യുന്നത്, DNA പ്ലാസ്മിഡ് ജോയിൻ ചെയ്യും, ലിഗേസ് വെച്ച് നമ്മൾ ഒട്ടിക്കും, എന്നിട്ട് നമ്മൾ ഹോസ്റ്റിനെ ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കും. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രോസസ്സസ് കേട്ടോ. ഇനി നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്. ട്രാൻസ്ജനിക് പ്ലാന്റും ട്രാൻസ്ജനിക് ആനിമൽസ് ഇട്ടാ. ഇതാണ് ട്രാൻസ്ജനിക് പ്ലാന്റും ട്രാൻസ്ജനിക് ആനിമൽ. എന്തിനാണ് ഈ ട്രാൻസ്ജനിക് പ്ലാന്റും ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ജനിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷൻസ് അതിനെ ഓർത്ത് വെക്കുക. ട്രാൻസ്ജനിക് പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷൻസിനെ ഓർത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേപോലെ തന്നെ ട്രാൻസ്ജനിക് ആനിമലിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു DNA ഫ്രാഗ്മെൻറ്റ്, ഒരു പ്രത്യേകതരം കഴിവുള്ള ഒരു DNA ഫ്രാഗ്മെൻറ്റ് ആയിരിക്കും. ആ ഒരു ഫ്രാഗ്മെൻറ്റിനെ നമുക്ക് ട്രാൻസ്ജനിക് ആനിമലിനെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു കഴിവുള്ള ആ ഒരു DNAനെ നമ്മൾ എന്ത് ചെയ്യും, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഗ്ഗിൽ അവരുടെ ചെറുപ്പത്തിലേ നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും. അവർ ഇപ്പോൾ ഒരു ആനിമൽ, ഇപ്പോൾ ഒരു കൗവ്, ആ കൗവിന് നല്ല മിൽക്ക് വേണമെന്ന് വിചാരിക്കും, നല്ല പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നല്ല മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൗവിൻ്റെ മിൽക്കിൻ്റെ ആ ജീൻ എടുക്കും. ആ ജീൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റെസ്ട്രിക്ഷൻ DNA ടെക്നോളജി ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക. അങ്ങനെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ പ്ലാസ്മിഡിലാക്കി ലിഗേസ് വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ ഹോസ്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പശുക്കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ എംബ്രിയോയിലെ DNAയിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പശുക്കുട്ടി വലുതായി വരുമ്പം ആ പശുക്കുട്ടിക്ക് നല്ല പാല് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. കാരണം നമ്മൾ എന്ത് ചെയ്തു, റീകോമ്പിനൻ്റ് DNA ടെക്നോളജി വഴിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു DNAനെ നമ്മളൊന്ന് മാറ്റിയപ്പം പുതിയ DNA വെച്ച് കൊടുത്തപ്പം അവരുടെ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് കൂടും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിങ്ങിന് നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു DNA ടെക്നോളജി വെച്ച് ചെയ്യുന്നത്, ഓർ ബയോടെക്നോളജി വെച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ബയോ റെമഡിയേഷൻ, ഇങ്ങനത്തെ ടേംസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ ഈ ടേമുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി റെമഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ളൊരു ബാക്ടീരിയ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ട്, എന്തോ ഒരു സൂപ്പർ ബഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബാക്ടീരിയയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയണം. ഈ സൂപ്പർ ബഗ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓയിലില്ലേ, ഈ ടാറിലൊക്കെ ഉണ്ടാകുന്ന ഓയിലൊക്കെ, പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഓയിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ പെട്രോളിയം പ്രോഡക്റ്റുകളൊക്കെ എടുക്കുന്ന ഒരു വലിയ മെഷീനില്ലേ, ഈ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ എടുക്കുന്നത്. അപ്പം അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം അത് ശരിക്കും നമ്മളുടെ ഭൂമിയിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നമുക്ക് പൊല്യൂട്ടൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിന് നമുക്ക് ഈ സൂപ്പർ ബഗ് ഈ ഓയിലിനെ തിന്നുന്ന ആളാണ്. അപ്പോൾ ഈ സൂപ്പർ ബഗിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുപ്പരാൾ എന്താ പറയുക, ഈ ഒരു സാധനത്തിനെ ഫുള്ള് അബ്സോർബ് ചെയ്യും. ഈ ഒരു ടൈപ്പ് ഓഫ് ഓയിലിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു നഷ്ടമുള്ള കാര്യമൊന്നുമല്ല, നമുക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നണത്. അപ്പോൾ ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ പൊല്യൂട്ടൻസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട ബയോ റെമഡിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അടുത്തൊരു ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ മ്യൂട്ടേറ്റഡ് ജീൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പം അടുത്തത് വേറൊരു ടേമാണ്, ഇതുമായിട്ട് കോറിലേഷൻ ചെയ്യരുത്. അടുത്തത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീൻ, നമുക്ക് നോർമലി ഉള്ള ജീൻ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 എലിയിലുണ്ട്. എലിയിലിനറിയാമോ, ഇപ്പം XY എന്ന് പറഞ്ഞാൽ മെയിലാണ്, XX എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, ഇതിനെയാണ് എലിയിൽ എന്ന് പറയുന്നത്. ഇതൊരു എലിയിൽ, ഇത് അടുത്ത എലിയിൽ, ഇങ്ങനെ അറിയിച്ചു വെക്കുക. അപ്പം ഈ ഒരു എലിയിൽ ഇപ്പം സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, SCID അങ്ങനത്തെ ഒക്കെ സിംഗിൾ ഹ്യൂമൻ ഡിസോർഡേഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് അടുത്ത പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിക്കിൾ സെൽ അനീമിയൻ്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ H വരികയാണെങ്കിൽ ഇവർക്ക് സിക്കിൾ സെൽ അനീമിയ ഇല്ല. മീൻസ് നമ്മൾ നല്ലൊരു എന്താ ഈ സിക്കിൾ സെൽ അനീമിയ എന്നറിയാം. ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ബ്ലഡിലുള്ള RBC എന്ന് പറയണത് റൗണ്ട് ഷേപ്പായിരിക്കും ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പാണ് ഉണ്ടാവുക. അങ്ങനെ റൗണ്ട് ഷേപ്പായിട്ടുള്ള RBCക്ക് മാത്രമേ നല്ലോണം എന്തിനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ, ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാരുടെ കേസ് ആകുമ്പോൾ ഇവരുടെ RBC ഇങ്ങനെ ഒരു വാള് പോലെ ആയിരിക്കും ഉണ്ടാവുക.
ഈ അരിവാളൊക്കെ കണ്ടിട്ടില്ലേ, ഈ അരിവാൾ പോലെയായിരിക്കും സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാരുടെ RBC എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലാണെങ്കിൽ നമുക്ക് ഈ HH എന്ന് പറയുന്ന അലീലായിരിക്കും ഉണ്ടാവുക. സിക്കിൾ സെൽ അനീമിയ വന്ന ഒരാൾക്ക് HH എന്ന് പറഞ്ഞിട്ടൊരു അലീലായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒരു അലീൽ ചെറുതായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അസുഖത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സം സിംഗിൾ ജീൻ ഹ്യൂമൻ ഡിസോർഡേഴ്സ് ആണ് ഏതെന്ന് പറയണത്, ഈ ഒരു ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ. ഒരു ജീനിന് മാത്രം മ്യൂട്ടേഷൻസ് വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയണത്, ഈ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ജീനിന് മ്യൂട്ടേഷൻ വന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണ് ഇത് ഫീമെയിലിന് വന്നാൽ അവർ ക്യാരിയറാണ്. മീൻസ് ക്യാരിയർ എന്ന് പറഞ്ഞാൽ അസുഖം അത്രക്കും ബാധിക്കില്ല. പക്ഷെ അത് ആ ഫീമെയിലിൻ്റെ ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ ആൺകുട്ടിക്ക് സിക്കിൾ സെൽ അനീമിയ ഉള്ള കണ്ടീഷനൊക്കെ ആവും. അങ്ങനെ ഒന്ന് ആലോചിക്കുക, അതൊന്നും വേണ്ട, ലൈക്ക് ഇത്രയും ആലോചിച്ചാൽ മതി. ഒരു സിംഗിൾ സെല്ലിന് മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ജനറ്റിക് ഡിസീസസ് ആണ് ഈ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് 3 ടൈപ്പ് ഓഫ് സൊമാറ്റിക് ലൈക്ക് ജീൻ തെറാപ്പികളുണ്ട്. ജീൻ തെറാപ്പികൾ 3 ടൈപ്പാണെന്ന് ആലോചിച്ച് നോക്കുക. ഇനി അടുത്തൊരു ടേമാണേ. അടുത്ത ടേം എന്ന് പറയുന്നത് ജീൻ തെറാപ്പി എന്ന് ആലോചിച്ച് നോക്കുക. ജീൻ തെറാപ്പി 3 ടൈപ്പ് ഉണ്ട്. എക്സോ വൈവോ ജീൻ തെറാപ്പി, ഇൻ വിവോ ജീൻ തെറാപ്പി, ആൻറ്റിസെൻസ് ജീൻ തെറാപ്പി. ഇങ്ങനെ 3 ജീൻ തെറാപ്പിയാണുള്ളത്. ഇതിൽ എക്സോ വിവോ എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാം. എക്സോ വിവോ ഇത്രയും പഠിച്ചാൽ മതി. എക്സോ വിവോ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റഡ് ജീൻസിനെ റിട്രോവൈറൽ ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് എക്സ് വിവോ എന്ന് പറയുന്നത്. ഒരു കറക്റ്റ് ചെയ്തൊരു ജീനുണ്ട്, ഒരു ജീനിന് എന്തോ പ്രശ്നമായിട്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തു. ആ കറക്റ്റ് ചെയ്ത ജീനെ റിട്രോവൈറൽ ക്ലോണിങ് വെക്ടേഴ്സുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു തെറാപ്പി ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻ വൈവോ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. കറക്റ്റഡ് ജീൻസിനെ ടിഷ്യൂവിൻ്റെ ഉള്ളിലേക്ക് ഡെലിവർ ചെയ്യുന്നത് എഡിനോ വൈറസിനെ ബേസ് ചെയ്തിട്ടാണ്. എഡിനോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. ആ വൈറസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കറക്റ്റ് ചെയ്ത ജീൻസിനെ ടിഷ്യൂവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിടും. അതിനെയാണ് ഇൻ വിവോ. ഉള്ളിൽ നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇൻ വിവോ. എക്സ് വിവോ എന്ന് പറയുകയാണെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യം. കറക്റ്റഡ് ജീനിനെ നമ്മൾ റിട്രോവൈവൽ ക്ലോണിങ് വെക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ആഡ് ചെയ്യുന്ന ആ ഒരു പുറത്തുനിന്ന് ചെയ്യുന്ന പരിപാടിനെ എക്സ് വിവോ എന്നും, ഉള്ളിൽ ടിഷ്യൂവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവിടേണ്ടത് കൊണ്ട് നമ്മൾ എഡിനോ വൈറസ് എന്ന് പറയുന്ന ആ വൈറസിനെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നതിന് ഇൻ വിവോ ജീൻ തെറാപ്പി എന്നും പറയും. ഇതാണ് 2 ടൈപ്പ്. ഇനി ഒരു ടൈപ്പ് കൂടി ഉണ്ട്, ആൻറ്റിസെൻസ് തെറാപ്പി എന്ന് പറയുന്നത്. ആൻറ്റിസെൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ വേണ്ടാന്ന് വിചാരിച്ചോ, ലൈക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ടും ഏതെങ്കിലും ഒരു ജീൻ എക്സ്പ്രസ് ചെയ്തിട്ട് കൂടുതലായിട്ട്, ഇപ്പം ഞാൻ പറയുന്ന എക്സാമ്പിൾ തൈറോയിഡൊക്കെ ഇല്ലേ, നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡൊക്കെ ഇല്ലേ, ഈ തൈറോയിഡ് ഗ്ലാൻഡ് കൂടുതലായിട്ട് തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. കുറഞ്ഞാൽ എഫക്റ്റ് ചെയ്യും, കൂടിയാൽ എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ കേസിൽ ഇൻസുലിനൊക്കെ ഡയബറ്റിസ് ഉണ്ടാക്കില്ലേ, മധുരം കൂടുതൽ കഴിച്ചാൽ നമുക്ക് ഇൻസുലിൻ ഉണ്ടാവില്ല, ഇൻസുലിൻ ഉണ്ടാവാതിരുന്ന് കഴിഞ്ഞാൽ ഷുഗർ കൂടും, അങ്ങനത്തെ സംഭവങ്ങളില്ലേ. അപ്പം അതേപോലെ ഏതെങ്കിലും ഒരു ജീൻ്റെ ഓവർ എക്സ്പ്രഷൻ കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയാലും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ജീനിൻ്റെ ലോവർ എക്സ്പ്രഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിസെൻസ് തെറാപ്പി ചെയ്താൽ മതി. ആൻറ്റിസെൻസ് തെറാപ്പി ഇസ് ഡിസൈൻ ടു പ്രിവെൻറ്റ് ലോവർ എക്സ്പ്രഷൻ ഓഫ് എ ജീൻ. ആ ഒരു ജീൻ്റെ ലോവർ എക്സ്പ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിസെൻസ് തെറാപ്പി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജീൻ പ്രോഡക്റ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ, അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കുറേ ആവില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നമ്മളതിനെ കുറയ്ക്കാൻ ഈ പരിപാടി ചെയ്താൽ മതി. ഇനി ജീൻ തെറാപ്പിക്കുള്ള ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ലിമിറ്റേഷൻസ് ഒന്ന് പഠിച്ചു വെക്കണം. ലൈക്ക് സൊമാറ്റിക് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് സബ്സിക്വൻറ്റ് ജനറേഷനിലേക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള ഇവിടെ എല്ലാം കാണുന്ന സെൽസിനെയാണ് നമ്മൾ സൊമാറ്റിക് എന്ന് പറയുന്നത്. മൈറ്റോസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, മൈറ്റോസിസ് നടക്കുന്ന ആ സെല്ലിനെയാണ് സൊമാറ്റിക് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ചാപ്റ്ററാണ്. ലൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് ഇതൊക്കെ ഒരു ടെക്നിക്കലായിട്ടുള്ള റിസർച്ച് ഏരിയാസിൽ വരുന്ന ടൈപ്പ് ഓഫ് ഒരു സബ്ജക്റ്റാണിത്. അപ്പം കഷ്ടപ്പാടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ലൈക്ക് മനസ്സിലാക്കിയാൽ മതി. ഇതുപോലെ പഠിച്ചു വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൊമാറ്റിക് സെൽ ജീൻ തെറാപ്പി എന്ന് പറയണത് എന്താണ്,
ആ സൊമാറ്റിക് സെൽ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഇവിടെയുള്ള സെൽസിനെയാണ്. ഈ സൊമാറ്റിക് സെല്ലിൽ നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് എന്താ പറയുക, ആ ഒരു മാറ്റം കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ റാൻഡം ഇൻറ്റഗ്രേഷൻ ഓഫ് DNA ഫ്രം ഔട്ട്സൈഡ് മേ ഇൻ്റർഫിയർ ദ നോർമൽ ജീൻ. നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു DNA നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നോർമൽ ജീൻ, അത് ഒരു നോർമൽ ജീൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ അതിനെ ഇൻ്റർഫിയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ സ്ട്രിക്റ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ടു ബി മെയിൻറ്റെയിൻ. നല്ലോണം നമ്മൾ സേഫ്റ്റി നോക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ജീൻ തെറാപ്പിയൊക്കെ മേജർലി ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ അതിൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കണം. പിന്നെ പ്രോപ്പർ ക്ലോൺസ് ആയിരിക്കണം നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു ഓർഗാനിസത്തിന് അത് എഫക്റ്റ് ചെയ്യും. അപ്പം അതെല്ലാം നമ്മൾ ലിമിറ്റേഷൻസ് ആണ്. നമുക്കപ്പം നല്ലൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ജീൻ തെറാപ്പീനെ പറ്റി ചോദിച്ചാൽ എഴുതണം. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര എഴുതേണ്ടുള്ളൂ. 3 ടൈപ്പ് ഉണ്ട് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഡിസയേർഡ് ആയിട്ടുള്ളൊരു ജീനിനെ തെറാപ്യൂട്ടിക്കലി മാറ്റുന്നതിനാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഒരു ജീനിനെ എന്താ പറയുക, മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി. ലിമിറ്റേഷൻസ് എന്താണ്, 3 ടൈപ്പ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാ, ലൈക്ക് മെൻഷൻ ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോളിക് ബീവറേജസ് ബൈ ദ ഫെർമെൻറ്റേഷൻ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ നോക്കേണ്ടത്. ആൽക്കഹോളിക് ബീവറേജസ് ഫെർമെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫെർമെൻറ്റേഷൻ ഇല്ലേ, ഈ പ്രോസസ്സ് ഇതങ്ങ് എഴുതി കൊടുത്താൽ മതി. ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോൾ ആക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്നു, ATP ആക്കുന്നു. ഈ ഒരു പ്രോസസ്സാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ എന്യൂമറേറ്റ് ദ സീക്വൻസ് ആൻഡ് സ്റ്റെപ്സ് ഇൻ റീകോമ്പിനേറ്റ് DNA ടെക്നോളജി. റീകോമ്പിനേറ്റ് DNA ടെക്നോളജിയിൽ ഉണ്ടാകുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്, ഈ ഒരു സ്റ്റെപ്പുകൾ വരച്ചു കൊടുത്താൽ മതി. ലൈക്ക് വരയ്ക്കാൻ അറിയുമെങ്കിൽ വരച്ച് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ എഴുതാൻ മാത്രമേ അറിയുള്ളെങ്കിൽ ഇങ്ങനെ എഴുതുക. റെസ്ട്രിക്ഷൻ എൻസൈമും പ്ലാസ്റ്റിക്സും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫ്രാഗ്മെൻറ്റ്സും ഇതിനെ ലിഗേസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ഓർ DNA ഫ്രാഗ്മെൻറ്റ് കിട്ടും. എന്നിട്ട് അതാണ് നമ്മൾ ഹോസ്റ്റ് ആയിട്ടുള്ള DNAൻ്റെ ഉള്ളിലേക്ക് ഓർ ഹോസ്റ്റ് ബോഡീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതൊന്നും കൂടി അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും. ഇതാണ് നമ്മൾ 2 എഴുതേണ്ടത്. ഒന്ന് ഈ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സും രണ്ടാമത്തത് ഈ റീകോമ്പിനേഷൻ ടെക്നോളജിയുമാണ് എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. അതിൽ വരുമ്പം ഈ ഒരു പ്രോസസ്സ് മാത്രം എഴുതി കൊടുത്താൽ മതി. പിന്നെ എന്തിനൊക്കെയാണ് റീകോമ്പിനൻറ്റ് DNA നമ്മൾ യൂസ് ചെയ്യുന്നതെന്നും എഴുതി കൊടുക്കുക. ഇനി അടുത്തത് ഡിഫൈൻ ദ ടേം ജീൻ തെറാപ്പി, അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഡസ് ഇറ്റ് ബിക്കം നെസസറി ടു ഓപ്റ്റ് സച്ച് എ തെറാപ്പി. അപ്പോൾ എന്താണ് ജീൻ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എഴുതും, ഇതവിടെ ഉണ്ട്. ജീൻ തെറാപ്പി എന്ന് പറയണത് ലൈക്ക് ജീൻ തെറാപ്പി എന്ന് പറയണത് ഇവിടെ ഈ 3 ടൈപ്പ് ജീൻ തെറാപ്പീസ് ഉണ്ട്. എക്സ് വിവോ ഉണ്ട്, ഇൻ വിവോ ഉണ്ട്, പിന്നെ ആൻറ്റിസെൻസ് ഉണ്ട് എന്ന് എഴുതണം. പിന്നെ അതിനെ പറ്റിയിട്ട് എഴുതണം. എങ്ങനെയാണ് എക്സ് വിവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റഡ് ജീൻസ് പ്ലസ് റിട്രോവൈറൽ ക്ലോൺസ്. ഇൻ വിവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റഡ് ജീൻസ് ഇൻ ദ ടിഷ്യൂസ് യൂസ് ചെയ്യുന്നതാണ് ഇൻ വിവോ എന്ന് എഴുതുക. ആൻറ്റിസെൻസും എഴുതുക. ഒരു ജീൻ്റെ എക്സ്പ്രഷൻ കുറയ്ക്കാനാണ് ആൻറ്റിസെൻസ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസും എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എഴുതും. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സെറ്റാക്കാൻ പറ്റും. സോ